ഹായ് ഫ്രണ്ട് ടൂറായിട്ട് പോവാം. അങ്ങനെയായിട്ട് ആൻറ്റിക്ക് ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും പറഞ്ഞു മോം അവരെ അതെ അത് മാത്രമല്ല അവർ മോം ഡാഡി വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി പോയിട്ട് മമ്മിയോട് ചോദിച്ചു, ഞങ്ങളൊരു വാമ്പറാണ്. അതേ മോളെ, എൻ്റെ വീട്ടിൽ വാമ്പറുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങളാണ് മാരേജ് ചെയ്യിച്ചത്. അവർക്ക് അവർ പാർട്ട്ണർ വെച്ച് മാരേജ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഗ്രാൻഡ്മ പറഞ്ഞു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡീൻ്റെ മമ്മി പറയാൻ തുടങ്ങി, അതെ അതെ ഞങ്ങളിൽ പവർ പോയി, മാത്രം നിങ്ങളിൽ മാത്രം പവറുണ്ട്. അത് പോവാനായി അതെ ഞങ്ങളുടെ പവർ പിന്നെ നിങ്ങൾ ജനിച്ച പിന്നെ കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് ഈ പവർ. അത് പവർ പോവാനാ നിങ്ങൾ ഒരു പ്ലേസിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. ഒരു പ്ലേസിൽ ഒരു മുത്തശ്ശൻ, അവർക്ക് കുറേ വയസ്സായി. അങ്ങനെ നിങ്ങൾ വന്നോ അങ്ങനെയായിട്ട് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പോയി. ജിയാൻ ജംഗുക്ക് പാക് ജിമിൻ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അതാ മുത്തശ്ശി പറഞ്ഞു, ഞാൻ പറഞ്ഞ മതി സംഭവിച്ചില്ലേ, ഇവർക്ക് വിധി ഇവർ രണ്ടുപേരാണ് പാർട്ട്ണർ. അത് കേട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഷോക്കായി. അതെ മുത്തശ്ശി പറഞ്ഞെന്ന് ഇവർക്ക് ഞാൻ സമ്മതിക്കില്ല. ഇവൾക്ക് ഓൾറെഡി 2 ഫിയാൻസി ഉണ്ട്. രണ്ടുപേരെ ഇവൾ മാരേജ് കഴിച്ച് പറ്റൂ. ഇതൊക്കെ മമ്മി നിങ്ങൾ പറഞ്ഞത് എന്ന് രണ്ടുപേരും അമ്മേനോട് ചോദിച്ചു. അതാണോ എന്ന് പറഞ്ഞു. ശരി, രണ്ടുപേർ ഒരു ഗുഹ, അതിലുള്ള ഫുൾ കോൾഡ് ഉണ്ട്. പിന്നെ ഒരു പ്ലേസ്, ഇത് നിങ്ങളെല്ലാം കടന്നു പോകണം പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇവർ കോൾഡ് പ്ലേസിൽ പോയി അവിടെ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് അവർ അവിടെ എൻജോയ് ചെയ്തു. അങ്ങനെ അങ്ങനെയായിട്ട് ഓരോന്ന് പ്ലേസ് പോയി. ലാസ്റ്റ് വാട്ടർ കോൾഡ് ഹീറ്റ് അങ്ങനെ ഹീറ്റ് അത്ര ഹീറ്റില്ല അതും കടന്നു. അവർ ഒരു ഗുഹ, ആ ഗുഹയിലാണ് ഒരു മുത്ത്. അങ്ങനെ എല്ലാവരും പോയിരുന്നു. അത് പോയിട്ട് അത് പോയി അവർ എടുത്തത് എന്ത് ചെയ്യണമെന്ന് മുത്തശ്ശൻ പറഞ്ഞ മതി മുത്തശ്ശി പറഞ്ഞ മതി അവർ ചെയ്തു. അങ്ങനെയായിട്ട് അതിൽ അവർ ഇങ്ങനെ കൈ ലെഡ് മുറിച്ച് അതൊക്കെ ഇട്ട് അതിലൊരു ഇതുണ്ട് ടച്ച് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഒരു മരുന്ന് 3 ബോട്ടിൽ, ഒരു ബ്ലൂ കളർ നന്നായിട്ട് ബ്ലൂ കളർ ഗോൾഡ് മിക്സ് ആയിട്ട് ഒരു വാട്ടർ അതവർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ എടുത്തു കഴിച്ചു. അവിടേക്ക് അവർ ബൊത്തുന്ന് മയങ്ങി വീണു. അതെ അവർ ബോഡിയിൽ മാറ്റം വരാൻ തുടങ്ങിയായിരുന്നു. ഫുള്ള് മാറ്റം വന്നു. അവർ എണിച്ച് നോക്കുമ്പോൾ അവർക്ക് ഷോക്ക്. അതെ അവർ പവറും എല്ലാം പോയി. അവരിപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളത് എന്ന് പറഞ്ഞത്. അതാ മുത്തശ്ശി പവർ യൂസ് ചെയ്ത് ഇപ്പോൾ മുത്തശ്ശിക്ക് പവറുണ്ട്. അതുമാത്രമല്ല ഒരു മാജിക് യൂസ് ചെയ്ത് അങ്ങനെ അവർക്കും പവർ. അവർ പറഞ്ഞു, ഇപ്പോൾ ആ മുത്തശ്ശിൻ്റെ അടുത്തുള്ളത്, ആ മുത്തശ്ശി അവർ വന്ന പോയില്ല, അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ അതങ്ങോട്ടൊന്നും അതെ അവിടെ മാജിക് യൂസ് ചെയ്ത് ഞങ്ങൾ ഇവർക്ക് പറ്റിയത്. ഇപ്പോൾ നിങ്ങൾ ഫുള്ള് ഒരു മനുഷ്യനായി മാറി. ഇപ്പോൾ നിങ്ങൾ വാമ്പർ കിങ്ങും അല്ല, നീ വാമ്പർ ക്വീനല്ല. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഡാഡി അതെ ഇവർക്ക് ഇപ്പോൾ കുടിക്കാനുള്ളൂ. അവരുടെ ഫുള്ള് പോയിന്, ഇനി പകുതി മാത്രമുള്ളത്. അവരും അത് മരുന്നും കുടിച്ചായിരുന്നു. ആ മുത്തശ്ശി കൊടന്ന് കൊടുത്തത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും കഴിച്ചു വന്നു. അങ്ങനെ അവരും കഴിച്ചു. ഹീറോയിൻ പറഞ്ഞു ഇപ്പോൾ ഫുൾ ഓണായി. അങ്ങനെ വീട്ടിൽ വന്ന് അവർ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിനും അറിയില്ലായിരുന്നു. ഫ്രണ്ടിനോട് പറയായിരുന്നു. അത് മാത്രമല്ല മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞിടും, നിങ്ങളുടെ പവർ മാത്രം നിങ്ങളിൽ ഉണ്ടാവും, മാത്രമല്ല നിങ്ങൾ വാമ്പർ മാത്രമല്ല, നിങ്ങൾക്ക് പവർ മാത്രമേ കിട്ടൂ. അങ്ങനെയായിട്ട് മുത്തശ്ശി പറഞ്ഞത്. അതെ ഹീറോയിൻ കയ്യിൽ പവറുണ്ട്, സൂപ്പർ പവർ. അതെ അവർ മനസ്സിൽ ഇവരുടെ അടുത്തത് എന്ത് ഫ്യൂച്ചർ നടക്കാൻ പോകുന്നതും അതല്ല ഇവർ 3 പേർക്കുണ്ട് സൂപ്പർ പവറാണ്. അങ്ങനെ ഹീറോയ്ക്ക് പവർ, മൈൻഡ് പവർ, ഇവർക്ക് 3 പേർക്ക് ഒരേമാതിരി പവറാണ്. ഹീറോയ്ക്ക് അതിന് ഒരു ഗേൾ വന്നു. ആ ഗേൾ അതെ ഹീറോയിനെ എപ്പോൾ നോക്കി ബുള്ളിങ് ചെയ്യുന്ന ആ ഗേൾ ഇപ്പോൾ ഹീറോ ഇന്ത്യയിലുണ്ട്. അങ്ങനെ ആ ഗേൾ ഇപ്പോൾ മനസ്സിൽ വിളിക്കുക ജങ്കുക്കിനെ കറക്റ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്യാതാണ്. ഇത് ഹീറോയ്ക്ക് ടെൻഷൻ. എടീ എനിക്ക് മാരേജായി ഇപ്പം 3 ബേബീസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വേണം നിനക്ക് വെച്ചിട്ടുണ്ട് എടി ആപ്പ്. അതെ ജിമ്മിൻ്റെ അടുത്ത് വന്ന് പൊളിയാൻ തുടങ്ങിയത്. ജിമ്മിനൊക്കെ പ്രൊപ്പോസ് ചെയ്യാൻ പെണ്ണ് പ്ലാൻ വെച്ച് ഒരു പക്കെ കാട്ട് ജിമ്മിന് കേട്ട്, എന്താ ഇത് അതിൽ പുല്ലുണ്ട്. ഇല്ല സർ ഞാൻ ഫ്ലവർ കൊടുക്കുന്ന ഫ്ലവറാ എന്ന് ജിമ്മിന് ആ പെണ്ണിനെ ഒരു മാസം നോക്കിയിട്ട് പോടിയിരിക്കുക. ഇത് ചീറ്റ് പോയി, ഇത് എങ്ങനെ ചേഞ്ച് ആയി? ഹീറോ വിള്ളത്തണിച്ചിരിക്കുക. റോഷിക്ക് ഷോക്കായി. അത് ജങ്കുക്ക് ഒരു ഫ്ലവർ കൊടുക്കാൻ പോയി, റെഡ് ഫ്ലവർ. അത് പ്രൊപ്പോസ് ചെയ്യാൻ സാർ നിങ്ങൾക്ക് ബ്ലാക്ക് ഗിഫ്റ്റായിട്ട് സാർ എന്ന ഗിഫ്റ്റ് ബോക്സ് കൊടുത്തു ഫ്ലവർ കൊടുത്തു. ജങ്കുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ
ബ്ലൗസിൻ്റെ ഉള്ളിൽ ഒരു ഇത് എന്തോ ഇല്ല കാല് ബോക്സ്. ഇത് വെച്ച് എനിക്ക് എന്താക്കണമെന്ന് ജങ്കുക്ക് അത് എറിഞ്ഞുപോയി. റോസ് പറഞ്ഞ ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് റോസാ, ടാൻസ്മാ എന്ന് ജങ്കുക്ക് കണ്ടു കഥ പോയി. ജിമ്മിനിക്കും ജങ്കുക്ക് മനസ്സിലായി ഹീറോയി എന്ത് ഇവിടെ സംഭവിക്കുന്നു. ജങ്കുക്ക് ജിമ്മിൻ കണ്ടു കഥയിരുന്നു. ഡയറക്റ്റ് ജിമ്മിനിക്ക് ജങ്കുക്ക് പ്രപ്പോസ് ചെയ്യുന്നു. ജങ്കുക്ക് ജിമ്മിന് പറഞ്ഞു ഓൾറെഡി എനിക്ക് മാരേജ് ആയി 3 babies ഉണ്ട്. ഹീറോയിൻ്റെ വഴക്ക് പറയുന്നു, നീ എന്ത് അവൾക്ക് മാരേജ് ആയി കൊണ്ട് ഓട്ടുന്നതെന്ന്. ഹീറോയ്ക്ക് ടെൻഷനായി പലാന്നൊരു പൊളി ഇട്ട് വീട്ടിൽ. ആ പെണ്ണ് മൊത്തം ഒന്ന് മയങ്ങി വീണു. അയ്യോ സാർ ഇവളെ തല്ലുന്നു സാർ. ജിമ്മിൻ്റെയോട് പറഞ്ഞു സാർ ഇവളെന്നെ തല്ലുന്നു. ജങ്കുക്ക് ജിമ്മിൻ മുറിക്കാൻ തുടങ്ങിയായിരുന്നു ആ പെണ്ണിന്. സാർ ഇവളെ തല്ലുന്നു. എന്താ ഇവിടെ നടന്നത്? സെക്യൂരിറ്റി എന്നോട് ചോദിച്ചു. സെക്യൂരിറ്റി നടന്ന കാര്യം പറഞ്ഞു. നീ പലവട്ടം എൻ്റെ വൈഫിനെ ടോർച്ചർ ചെയ്യുന്നല്ലോ എന്ന് ചോദിച്ചു. ജങ്കുക്ക് പറഞ്ഞു അതെ എൻ്റെ വൈഫിനെ ടോർച്ചർ ചെയ്യുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും ഷോക്കാണ്. വൈഫാ? ആ അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു. ജിമിൻ പറഞ്ഞു ഈസ് മൈ വൈഫ്. എന്നാൽ ആ പെണ്ണ് ആരുമില്ലായിരുന്നു. കുറച്ച് ഒരു വെളിയിൽ പോയിരുന്നു. സെക്രട്ടറി പോകും പറഞ്ഞു. ആ പെണ്ണ് ഇരുന്നിട്ട് രണ്ടുപേരും പിടിച്ച് കിസ് അടിച്ചിട്ടുണ്ട്. അത് കേട്ടൊക്കെ ഷാക്കായി. എന്ത് രണ്ടുപേരും കല്യാണം കഴിച്ചാ? ആ പറഞ്ഞേക്കപ്പാ ഇവളെ മൈക്ക് സാർ നിങ്ങൾ എന്തെല്ലാം വഴക്ക് പറഞ്ഞിട്ട് ഇവളോ ഗേളല്ല എന്ന് പറഞ്ഞു. ജിമ്മിന് പറയുന്നു എന്താ പറഞ്ഞ ഇവൾ ഫുൾ വെർജിൻ ഗേൾ. അത് മാത്രമല്ല ഇവൾ ഫസ്റ്റ് ടച്ച് ഞങ്ങളാണ്. ഇവള് നീ പറഞ്ഞ മതി നിന്നെ കുറിച്ച് ഫുൾ എൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. അത് മാത്രമല്ല ഇവള് നമ്മൾക്ക് രണ്ടുപേർക്ക് പ്രപ്പോസ് ചെയ്തതല്ല. എന്നിട്ട് ആ ഗേൾ ഷോക്കായി. എന്താ സാർ പറയുന്നത്? അവൾക്ക് മാരേജ് നടക്കുമ്പോൾ ഉണ്ടായിരുന്നട്ടെ. അത് സാർ ആ മാരേജ് ഞങ്ങളാണ് പൊളിച്ചത്. എന്താ സാർ പറഞ്ഞ? എന്താ നടന്ന കാര്യം പറഞ്ഞു. ഞങ്ങളാണ് ഇവിടെ ഫോഴ്സ്ഡ് മാരേജ് ചെയ്ത് എത്ര കഷ്ടപ്പെട്ട് ഇവിടെ കറിച്ചെന്ന് അറിയോ. ഇപ്പം പറഞ്ഞിട്ട് ഇത് കുട്ടിച്ചോരാക്കി വെച്ചാൽ എന്ത് ചെയ്യാം? പൊടിയായിരിക്കാം. ഇനി നീ മേലെ ഈ കമ്പനി ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞ് മുറച്ചിട്ട് രണ്ടുപേരും ഇവിടുന്ന് പോയി. വിക്രം എന്താ സാർ? വിക്രം നിനക്ക് അവളെ പിടിക്കുമല്ലേ? അതെ സാർ. നീ അവളെ കറച്ചിടറാ എന്ന് തട്ടിയിട്ട് പോയി. വിക്രമിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് ആ പെണ്ണിന് കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു. അതിന് ആ പെണ്ണ് സമ്മതിച്ചില്ല. വീട്ടിൽ പറഞ്ഞാൽ അവനക്ക് വിക്രമിനോട് ഫോഴ്സ് മാരേജ് നടന്നു. വിക്രമിനെ മുറയ്ക്കായിരുന്നു. ഹീറോയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയെ 3 പേരെ മുറയ്ക്കായിരുന്നു. മമ്മി നിന്റെ മമ്മി മുറിക്കണേ എന്താ ഇവിടെ നടന്നേ? സോറി മമ്മി പറഞ്ഞ പോയൊക്കെ പറയുന്നത്. ഹീറോയെ ഹാപ്പി ആയിരിക്കുമായിരുന്നു.